പേജ് നമ്പർ 137 പ്രവൃത്തി പരിചയമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പോപ്പുലേഷൻ ഓഫ് ദ വേരിയസ് ഡിസ്ട്രിക്ട് ഓഫ് അവർ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. 2011 സെൻസസ് പ്രകാരമുള്ള ജില്ലയുടെ പോപ്പുലേഷനാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. റീറൈറ്റ് ദ ടേബിൾ വിത്ത് പോപ്പുലേഷൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടേബിളിന് പകരം പുതിയൊരു ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം പോപ്പുലേഷൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഒരു ടേബിൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്, വലത് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് പോപ്പുലേഷനാണ്. ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് വയനാടാണ്. വയനാട്ടിൽ നിന്ന് തുടങ്ങി മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അസെൻഡിങ് ഓർഡറിലാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൺ സ്കോർഡ് ബൈ എ ടീം ഇൻ എ ഫേസ്റ്റ് 10 ഓവർ. അതായത് ആദ്യത്തെ 10 ഓവറിൽ ഒരു ടീം സ്കോർ ചെയ്ത റണ്ണാണ് ഇവിടെ ടേബിളിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ കാണാം ബോൾ, അതായത് 6 ബോളുകളാണ് ഒരു ഓവറിൽ വരുന്നത്. ഓവർ 10 ഓവറാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കിട്ടിയിരിക്കുന്ന സ്കോർസ് ആണ് ഇവിടെ ടേബിളിൽ ചേർത്തിരിക്കുന്നത്. നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ റൺ സ്കോർഡ് ഇൻ ഈച്ച് ഓവർ ആൻഡ് ഷോർട്ടൻ ദ ടേബിൾ ലൈക്ക് ദിസ്. മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ടേബിൾ വളരെ ഷോർട്ടായിട്ട് ഇതേപോലെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഓവറാണ്, രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് റൺസ് ആണ്. ഓരോ ഓവറുകളിലും നേടിയിരിക്കുന്ന റൺസ് എത്രയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ഇവിടെ എഴുതണം. ഓക്കെ, ശരിയല്ലേ? നോക്കൂ, ആദ്യത്തെ ഓവർ, ഫസ്റ്റ് ഓവറിൽ എത്ര റണ്ണാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ ടേബിളിൽ നോക്കാം. ഇവിടെ ബോളുകൾ കൊടുത്തിട്ടുണ്ട്. 6 ബോളുകളാണ് ഫസ്റ്റ് ഓവർ. ഫസ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ ഇവിടെ നേടിയിരിക്കുന്ന റൺസ് ആണ് കണ്ടെത്തേണ്ടത്. 2+2, അതായത് 4 റൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ഓവറിലാണെങ്കിൽ 4+1, 5+2, 7. നാലാമത്തെ കോളത്തിൽ 4+2+1, 7. അതേപോലെ മുഴുവൻ ഓവറുകളിലെയും റൺസുകൾ കണ്ടെത്തി താഴത്തെ ടേബിളിൽ നമ്മൾ എഴുതണം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ റൺ സ്കോർഡ് ഇൻ ഈച്ച് ഓവർ ആൻഡ് ഷോർട്ടൻ ദ ടേബിൾ ലൈക്ക് ദിസ്. ഓരോ ഓവറിലും സ്കോർ ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി റൺസ് വേർ സ്കോർഡ് ഇൻ ദ ഫസ്റ്റ് 10 ഓവർ. ആദ്യത്തെ 10 ഓവറിൽ നേടിയിരിക്കുന്ന റൺസ് ആണ്. അതറിയാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന 10 ഓവറുകളിലെ റൺസ് കൂട്ടി നോക്കണം. ടോട്ടൽ റൺസ് 4+7+6+7+8+6+8+7+10+12 ആണ്. 75 റൺസ് ആണ് നേടിയിരിക്കുന്നത്. റൺസ് ഇൻ ഫസ്റ്റ് 10 ഓവർ ഈസ് ഈക്വൽ ടു 75. ഓവേഴ്സ് എന്ന് എഴുതണം. 10 ഓവേഴ്സ് 75. ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ മോർ ദാൻ 6 റൺ സ്കോർഡ്. എത്ര ഓവറുകളിൽ 6 റണ്ണിൽ കൂടുതൽ നേടിയിട്ടുണ്ട്? ഇവിടെ നോക്കാം. രണ്ടാമത്തെ ഓവറിൽ നേടിയിരിക്കുന്നത് 7 റണ്ണാണ്. നാലാമത്തെ ഓവർ ഉണ്ട്, അഞ്ചാമത്തെ ഓവർ, പിന്നീട് 7ാമത്തെ ഓവർ, 8ാമത്തെ ഓവർ, 9ാമത്തെ ഓവർ, 10ാമത്തെ ഓവർ. ടോട്ടൽ എത്രയാണ്? 7 ഓവറുകളിലാണ് 6 റണ്ണിൽ കൂടുതൽ നേടിയിരിക്കുന്നത്. ആൻസർ എഴുതാം. 7 ഓവേഴ്സ് ആർ സ്കോർഡ് മോർ ദാൻ 6 റൺസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ ലെസ് ദാൻ 6 റൺ സ്കോർഡ്. 6 റണ്ണിൽ കുറവ് നേടിയിരിക്കുന്നത് ഒരു ഓവറിൽ മാത്രമാണ്, ആദ്യത്തെ ഓവറിൽ മാത്രമാണ്. ഓൺലി 1 ഓവർ സ്കോർ ലെസ് ദാൻ 6 റൺസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് അതർ ഇൻഫോർമേഷൻ ക്യാൻ വി ഗെറ്റ് ഫ്രം ദിസ് ഷോർട്ടൻ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് ലഭിക്കാവുന്ന മറ്റ് ചില അറിവുകൾ എന്തൊക്കെയാണ്? ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് കിട്ടും. 3 എണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? ആവറേജ് റൺസ് പെർ ഓവർ മനസ്സിലാക്കാൻ കഴിയും. ഹയസ്റ്റ് റൺ സ്കോർഡ് ഇൻ എ ഓവർ. ഒരു ഓവറിൽ സ്കോർ ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് റണ്ണ് മനസ്സിലാക്കാൻ കഴിയും. ലോവസ്റ്റ് റൺ സ്കോർഡ് ഇൻ എ ഓവർ. ഏറ്റവും ചെറിയ റൺ സ്കോർ ചെയ്തിരിക്കുന്ന ഓവർ അറിയാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി കുട്ടികൾ സ്വന്തമായിട്ട് എഴുതുക. എല്ലാ പ്രവൃത്തി പരിചയവും ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് പാഠത്തിന്റെ തുടർഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡാറ്റ പിക്ചേഴ്സ്, അതായത് ടേബിളും അതേപോലെ തന്നെ ഗ്രാഫും എങ്ങനെയാണ് വരച്ച് സൂചിപ്പിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.